അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ കരഞ്ഞുപോയ 4 അവസരമുണ്ട് നബിയേ. ഇബ്ലീസ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നത്, എന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ, ഇബ്ലീസ് നെഞ്ചുപൊട്ടിയിട്ട് പേടിച്ചു വിറച്ച് കരഞ്ഞുപോയ 4 അവസരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി ചോദിക്കുന്നു, നീ വല്ലാതെ കരഞ്ഞുപോയ, നിന്റെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ ദുഃഖം താങ്ങാൻ കഴിയാതെ നീ കരഞ്ഞുപോയ അവസരമേതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാമത് വല്ലാതെ പേടിച്ച് കരഞ്ഞുപോയ സമയമേതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. പടച്ച റബ്ബ് ആദമിനെ സ്വന്തം കൈകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ആദ്യമായിട്ടൊരു മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ട് ആദമിന് റൂഹ് കൊടുക്കുകയാണ്. ആദമിന് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുത്തു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു പ്രവാചകനുണ്ടല്ലോ, അല്ലാഹു അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ഇബ്ലീസ് ഉണ്ടല്ലോ, മലക്കുകളുടെ ഉസ്താദാണ്, ഏറ്റവും ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് അവിടെ നിന്ന് പറയുന്നു, ഞാൻ സുജൂദ് ചെയ്യില്ല. കാരണം ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്, എന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. ഇബ്ലീസ് പറയുന്നു, ഞാൻ ആദമിനെക്കാളും മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവേ സുജൂദ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവസാനം അല്ലാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇബ്ലീസിനെ ശപിക്കുകയാ. എടാ നശിച്ചവന്, എടാ ലഅനത്താക്കപ്പെട്ടവന്, അല്ലാഹു അവിടെ നിന്ന് ശപിച്ചപ്പോ മുത്തുനബി അവിടെ നിന്ന് പറയുന്ന സ്വഹാബാ, ഇബ്ലീസ് പേടിച്ചു മൂത്രമൊഴിച്ചു പോയി. കാരണം ആരാണ് ശപിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉസ്താദന്മാരോ ആരെങ്കിലും നമ്മളെ ശപിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇബ്ലീസിനെ ശപിച്ചതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അവനെ ശപിച്ചപ്പോ അവൻ വല്ലാതെ കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ കരഞ്ഞ ഒന്നാമത്തെ അവസരം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. ആ തോന്നൽ ജീവിതത്തിൽ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തോന്നൽ? ചില വാക്കുകൾ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ചില വാചകങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില വാചകമുണ്ട്. ഒന്ന്, ഞാൻ, അല്ലേ? ഞാൻ, അത് സാധാരണ വാക്കല്ല, അത് അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ, അല്ലേ? ഞാൻ ആരാടാ? പള്ളിയുടെ പ്രസിഡന്റ്, അല്ലേ? ഞാൻ ആരാ? പള്ളിയുടെ സെക്രട്ടറി. ഞാൻ ആരാ? പായിപ്പാട് പള്ളിയിലെ ഖതീബ്. നമുക്ക് ചില തോന്നലുണ്ട് ഞാനെന്ന്, ഇതല്ലേ? ഇബ്ലീസും അത് തന്നെയാ ചോദിച്ചത്. ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന്. ഞാൻ എങ്ങനെ ആദമിന് സുജൂദ് ചെയ്യും? വേണമെങ്കിൽ എൻ്റെ കാലിൽ വന്ന് വീഴട്ടെ, എൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്ത ഇബ്ലീസിന് വന്നു. അവൻ അല്ലാഹു ശപിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ശാപം, ചിലരുടെ ശാപങ്ങൾ വല്ലാതെ ഭയപ്പെടണം. ചിലരുടെ ശാപങ്ങൾ നമ്മൾ വല്ലാതെ ഭയപ്പെടണം. അങ്ങനെ ശപിക്കാൻ പാടില്ലെന്ന, സത്യത്തിൽ ശപിക്കാൻ പാടില്ല. ചില ഉമ്മമാരുടെയൊക്കെ ശാപം കേട്ടുകഴിഞ്ഞാൽ വല്ലാത്ത ശാപ. ചില ഉമ്മമാരുടെ, ഈ മക്കളെ ശപിക്കുന്ന ഉമ്മമാർ, മാതാപിതാക്കൾ, മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. വല്ലാത്ത ശാപം. ഒരിക്കലും ശപിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെയൊക്കെ ശാപം കിട്ടിയാൽ വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശപിക്കാറുണ്ട്. പെണ്ണുങ്ങൾ ഒരിക്കലും മക്കളെ ശാപത്തിന്റെ കാര്യം പോകട്ടെ,
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ബഹുമാന്യനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ ഉസ്താദിൻ്റെ അടുക്ക പോയി, ഒരിക്കൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഞാനിങ്ങനെ ഉസ്താദിൻ്റെ അടുക്ക സുബഹിന്റെ സമയത്ത് ഇങ്ങനെ പോയി. വലിയ കാര്യമാണ്, സുബഹിന് തിരക്കൊന്നും ഉണ്ടാവില്ല സമയത്ത്. അങ്ങനെ സുബഹിന്റെ സമയത്ത് എത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്ത് ഇങ്ങനെ നിസ്കാരമൊക്കെ ജമാഅത്തായി കഴിഞ്ഞു. ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ ഒരു ഉസ്താദ് വന്നു. ഒരു ഉസ്താദ്, പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കടന്നു വന്നു. എത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്ക വന്നിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മോന് ഭയങ്കര കുരുത്തക്കേടാവുന്ന ദുആ ചെയ്യണം. കേൾക്കണം എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബഹുന്ദനായ ഉസ്താദ് അവിടെ കടന്നു പറഞ്ഞു, ഉസ്താദിനോട് പറയാ, എൻ്റെ മോൻ, നമ്മളൊക്കെ പറയാറില്ലേ ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദെ, പറഞ്ഞ അനുസരണയില്ല ഉസ്താദ്, ബുദ്ധിയില്ല ഉസ്താദെ, മന്ദബുദ്ധിയ ഉസ്താദെ. ആരെക്കുറിച്ച്? സ്വന്തം മക്കളെ കുറിച്ച്. ഞാനും നിങ്ങളും പറയാറുണ്ട്, നമ്മുടെ അല്ലാഹു നമുക്ക് വരദാനമായി തന്ന, അമാനത്തായി തന്ന, നമ്മുടെ കണ്ണിന് കുളിർമയുള്ള നമ്മുടെ മക്കൾ. ആ മക്കളെ വെച്ചിട്ടാ നമ്മൾ പറയുന്നത്, ഇവൻ അനുസരണയില്ലാത്തവനാ, ഇവൻ കുരുത്തം കെട്ടവനാ, പറഞ്ഞ അനുസരിക്കത്തില്ല, ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ സ്വന്തം മാതാപിതാക്കൾ തന്നെ പറയാറുണ്ട്. ആ സമയത്ത് ബഹുന്ദനായ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അവന്റെ വാപ്പയാ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ആ കുട്ടിയുടെ വാപ്പയാണ്, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. നിങ്ങൾ ആ പറയുന്ന സമയത്തെങ്ങാണം അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ അവൻ അനുസരണക്കേട് കാണിക്കുന്നവനായി പോകും. അതുകൊണ്ട് നിങ്ങൾ പറയില്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എത്രയോ സത്യമുള്ള വാക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ അവസാനം നമ്മുടെ മക്കൾ അതവർക്ക് ശാപം പോലെ ഇറങ്ങുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു അവിടെ ഇബ്ലീസിനെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടപ്പോഴാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ഊഹിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല. കാരണം സ്വർഗ്ഗം അത്ര വിശാലമാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം വല്ലാത്ത വിശാലമാണ്. എത്ര വഅദ് പറഞ്ഞാലും അത് നമുക്ക് തിരിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, അല്ലാഹു തന്നെയാ പറഞ്ഞത്. സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. കാരണം സ്വർഗ്ഗം അത്രയും വിശാലമാണ്. അതിനകത്ത് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയല്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ഇതാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും തിരിയൂല. പണം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയിട്ട് 50 കോടി തരാൻ പടച്ചവനെ സ്വർഗം താന്ന് പറഞ്ഞാൽ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയി യാചിക്കാനേ പറ്റൂ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇബ്ലീസിനെ പുറത്താക്കി, അവിടെ നാട്ടി പുറത്താക്കി. ഉസ്താദാണ് നോക്കിയില്ല, ഇറങ്ങടാന്ന് പറഞ്ഞു. എന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങടാ എന്ന് അള്ളാഹു ആട്ടിയിറക്കിയപ്പോ ആദം നബി പോലും കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയാ. ആദം നബി പോലും അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ താമസിക്കുന്ന ആദം നബിയെ കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്ന. കാരണം ഏത് ലോകത്ത് നിന്നാണ് ദുഃഖവും പ്രയാസവും വേദനയും പട്ടിണിയും പ്രതിസന്ധിയും ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് അള്ളാഹ് ആദം നബിയെ പുറത്താക്കിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ പുറത്താക്കിയപ്പോ അവനെ വല്ലാതെ കരഞ്ഞുപോയെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മൂന്നാമതായിട്ട് ഇബ്ലീസ് കരഞ്ഞ സമയം ഏതെന്നറിയുമോ? മഹാനായ
മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയാണല്ലോ ലോകത്തിന്റെ നേതാവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുർആൻ പോലും പറഞ്ഞല്ലോ പ്രവാചകന് കാരുണ്യമാണ്. ഈ ലോകത്തുള്ള സർവർക്കും കാരുണ്യമായിരുന്നല്ലോ. ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും പ്രവാചകന് കാരുണ്യമാണല്ലോ. നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ പ്രവാചകനല്ലേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. പ്രവാചകന് കാരുണ്യമാണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിതാ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, മൃഗങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് മാൻപേട സംസാരിച്ച ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒട്ടകം പരാതി പറഞ്ഞ കഥകളുണ്ടല്ലോ. കുതിരകൾ കഥ പറഞ്ഞ കഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഒരു സഹാബിയതാ ആദാ സഹാബി അല്ലാഹുവിന്റെ റസൂൽ കാണുമ്പോ ചോദിക്കും, നിന്റെ കിളിക്ക് സുഖമാണോ? നിന്റെ കിളിയെ വീട്ടിൽ വളർത്തുന്ന കിളിയെ കുറിച്ച് പോലും അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് ആമിന റളിയല്ലാഹു തആല ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. ഇബ്ലീസ് മുത്തി നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവന് പറയുകയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ. ആ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് മുത്തി നബിയേ ഞാൻ വല്ലാതെ കരഞ്ഞു പോയതെന്ന് പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ആ ഫാത്തിഹയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതിക്കളയാറുണ്ടല്ലോ. എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഓതാറുള്ള സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക്. ആ സൂറത്ത് ഇറങ്ങിയപ്പോഴാ ഇബ്ലീസ് കരഞ്ഞു പോയത്. അപ്പൊ അത് സാധാരണ സൂറത്തല്ല, അത് ഫാത്തിഹ സാധാരണ സൂറത്തല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിഹ ശിഫയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ്, ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഫാത്തിഹ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പോലും അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതൊരു സാധാരണ ദിവസമാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു സാധാരണ ദിവസമാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസത്തെ പോലെ ഒരു സാധാരണ ദിവസം അന്നാണ് പ്രവാചകൻ ജനിച്ചത്, അന്നാണ് പ്രവാചകൻ വഫാത്തായത്. ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നാണം കെടുത്തുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉ ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ? ആ ദിവസത്തിന്റെ മഹത്വം അറിയുമോ? ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ, ഒരേ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോ നിങ്ങൾ തീരുമാനിക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ മഹത്വം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ഒരൊറ്റ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഒരു മടിയുള്ളത് പോലെ?
നാളത്തെ ദിവസത്തിൻ്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കണം? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന ഒരുത്തിനെ അറിയാം അല്ലേ? അറിയോ അബൂലഹബിനെ? അബൂജഹലിനെ അബൂലഹബിനൊക്കെ അറിഞ്ഞില്ലേ പിന്നെ നമ്മളൊക്കെ ആരാ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അബൂലഹബിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തബ്ബത് യദാ എടുത്ത് ചോദ്യം നോക്ക്. തബ്ബത് യദാ പേര് ഓർമ്മയുണ്ടില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത്. അപ്പൊ ഈ അബൂലഹബ് മരണപ്പെട്ടു പോയി. പ്രവാചകനോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ. അബൂലഹബിന്റെ സ്വഭാവം അറിയാലോ. അബൂലഹബിന്റെ സ്വഭാവം നമുക്കറിയുമല്ലോ. ആ ലാനത്താക്കപ്പെട്ടവന് ചത്തുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവനേതാ അബ്ബാസ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. മരണപ്പെട്ടു പോയവരെ സ്വപ്നം കാണുമല്ലോ. അവിടെ നിന്ന് സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, മാഹാലുക, നിന്റെ അവസ്ഥ എങ്ങനെയാണ്? മരിച്ചുപോയ അബൂലഹബിനോട് തന്റെ സഹോദരൻ അവിടെ നിന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിന്റെ അവസ്ഥ എന്താണ്? അവിടെ നിന്ന് പറയുന്നു, ഫിന്നാരി ഇല്ലാ അന്നഹു യുഖഫിഫു അലയ്യ കുല്ല ലൈലത്തിൻ ഇസ്നൈൻ വഅമുസ്സു മിൻ ബൈനി ഇസ്ബഇ മാഅൻ ബിഖദ്രി ഹാദാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുകയാണ്, ഇമാം ബുഖാരിയിൽ ഈ ഹദീസ് കാണാം, അബൂ ദാവൂദിൽ ഈ ഹദീസ് കാണാം. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ നരകത്തിലാണ്. എന്റെ ഖബർ മുഴുവനും തീയാണ്. എന്റെ ഖബറിന്റെ അകത്ത് പാമ്പുകളും തേളുകളും പുഴുക്കളുമാണ്. അല്ലാഹു തീ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാ. എങ്കിലും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാഴ്ച ദിവസമെത്തിയാല് അവിടെ അബൂലഹബ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് തിങ്കളാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ സാധാരണ ദിവസം പോലെയല്ല. അന്നത്തെ ദിവസം ശിക്ഷയ്ക്കൽപ്പം കുറവുണ്ട്. അന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ കൈകളുടെ വിരലുകളുണ്ടല്ലോ, അബൂലഹബ് കാണിച്ചു കൊടുക്കുകയാണ്. അബ്ബാസ് തങ്ങളോട് കാണിച്ചു കൊടുക്കുന്ന എന്റെ ഈ കൈവിരലുകളുണ്ടല്ലോ, ഈ കൈവിരലുകൾ ഇടയിലൂടെ എനിക്ക് വെള്ളം ഇങ്ങനെ അള്ളാഹു തരുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എന്റെ ഖബറിന്റെ അകത്ത് തീയതാ, നരകത്തിന്റെ കവാടം ചെറുതായിട്ടും നടക്കുകയാണ്. എനിക്കന്ന് വല്ലാത്ത ശിക്ഷയില്ല. അന്നത്തെ ദിവസം മാത്രം എനിക്ക് അള്ളാഹു അദാബ് കുറച്ചു തരുന്നു. എന്റെ രണ്ട് കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവേ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരുപാട് വേദനിപ്പിച്ച, ഒരുപാട് റസൂലുള്ളയെ കളിയാക്കിയ, അള്ളാന്റെ പ്രവാചകനെ ഒരുപാട് കണ്ണുനീര് കൊടുപ്പിച്ച, പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ച ഇവൻ അള്ളാഹു തിങ്കളാഴ്ച ദിവസം മാത്രം അള്ളാഹു അദാബ് കുറച്ചു കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അവന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അവൻ തന്നെ പറയുകയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനെ ജനിച്ച ദിവസം. അതാ സുവൈബത്ത് എന്ന് പറയുന്ന ഇവന്റെ ഒരു അടിമ പെണ്ണുണ്ട്. ഇവന്റെ അടിമയാണ്, ഇവന്റെ അടിമ പെണ്ണാണ് സുവൈബത്ത്. ആ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് അവനോട് പറഞ്ഞു, മുഹമ്മദ് ജനിച്ചെന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന ആ പിഞ്ചുകുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിന്റെ സന്തോഷത്തിൽ ആ
വന്നു പറഞ്ഞ അടിമയായ സുവൈബത്തെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനോട് പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാണ്, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. ആ അടിമ പെണ്ണിനെ അവിടെ നിന്ന് മോചിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ബാസ് തങ്ങളോട് അബൂലഹബ് പറഞ്ഞു കൊടുക്കുകയാ, ആ പെണ്ണ് മുത്തുനബിക്ക് പാല് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് മുല കൊടുത്ത പെണ്ണാണ് സുവൈബത്ത്. ആ അല്ലാഹുവിന്റെ പ്രവാചകന് ജനിച്ചെന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ അടിമ പെണ്ണിനെ മോചിപ്പിച്ചതിന് പകരം അല്ലാഹു എല്ലാ തിങ്കളാഴ്ചയും എന്റെ ഖബറിന്റെ അകത്ത് ശിക്ഷ കുറച്ചു തരുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് തന്റെ അടിമയായ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നു പറഞ്ഞപ്പോ നബി ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമ പെണ്ണിനോട് പറഞ്ഞു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മോചിപ്പിച്ചു വിട്ടു. ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു വിട്ടതിന് പകരം അള്ളാഹു അദാബ് കൊണ്ട് എല്ലാ ദിവസവും അദാബാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന ഖബറിലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് അബ്ബാസ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പോലും ശപിച്ച അവൻ ഇത്രയും കാരുണ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച് സുജൂദിൽ കിടക്കുമ്പോ കുടൽമാല കൊണ്ടുപോയി പുഴുത്തു നാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി തലയിലിടടാ എന്ന് ആൾക്കാരോട് പറഞ്ഞു വിട്ട ഇവൻ ഇത്രയും പരിഗണനയുണ്ടെങ്കിൽ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ മുത്തുനബിയെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ആ പ്രവാചകന്റെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ആ പ്രവാചകന്റെ മൗലിദ് പാരായണം ചെയ്യുന്ന ആ പ്രവാചകന്റെ പേര് പറയുമ്പോ സ്വലാത്ത് പറയുന്ന ആ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറയുന്ന നമുക്കെന്തായിരിക്കും പ്രതിഫലം? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 നമ്മളുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാ. ആ ഗ്രന്ഥങ്ങൾ എഴുതിയ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയുകയാണ്, ഉഹദ് മലയോളം സ്വർണം അല്ലാഹു എനിക്ക് നൽകിയാലും, ഉഹദ് മലയോളം സ്വർണം അല്ലാഹു എനിക്ക് നൽകിയാലും അത് മുത്തുനബിയുടെ മധു പറയുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണെന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനോടുള്ള മഹബ്ബത്താണ്, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമതായിരുന്നു. അതുകൊണ്ട് ആ സ്നേഹമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണ്ടത്. ആ പ്രവാചകനെ നാളെ നമ്മളെ സഹായിക്കാൻ കഴിയോ? ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. അവിടെ കയ്യിൽ പിടിക്കാൻ വേറെ ആരുമില്ല, അവിടെ സഹായിക്കാൻ വേറെ ആരുമില്ല. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കാനല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത ദിവസത്തില് ഇഖ്തറതു ദഅവതി ശഫാഅത്തിൽ ഉമ്മത്തി, മുത്തുനബിയെ നമ്മുടെ കയ്യിൽ പിടിക്കാൻ കാണൂ, നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ എല്ലാവരും പടച്ചവനെ പരലോകത്ത് കിടന്ന് ഓടുകയാണ്. എല്ലാവരും കൂടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം നമ്മുടെ പിതാവാണല്ലോ. ആദം നബിയുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്ന, വാപ്പാ, നിങ്ങളെ അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് റൂഹ് ഊതിയത്, അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഒന്ന് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമോ? അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ മക്കളായ നമ്മൾ എല്ലാവരും ചെന്നിട്ട് പറയും, ഇന്ന് സ്വന്തം വാപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുന്നു. വാപ്പ, അള്ളാഹു ആദ്യമായിട്ട് നിങ്ങളെയാ സൃഷ്ടിച്ച്, നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹൂദിയത്, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകോ? ആദം നബി പറയും, എൻ്റെ പൊന്നാര മക്കളെ, വാപ്പാടെ കാര്യം തന്നെ ആകെ കഷ്ടത്തിലാണ്. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ഷജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ചരിത്രം അറിയല്ലോ. സ്വർഗ്ഗത്തിൽ നിന്ന് പഴം തിന്ന വിഷയത്തിൽ അല്ലാഹു ഇന്ന് എന്നോട് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. പോയി നോക്ക്,
എല്ലാവരും കൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്തിലും നൂഹ് നബി പറയും, എൻ്റെ പൊന്നാര ചങ്ങായിമാരെ, എൻ്റെ കാര്യം വളരെ പ്രയാസത്തില. എൻ്റെ മോൻ വെള്ളത്തിൻ്റെ അകത്ത് മുങ്ങിച്ചാവുന്ന സമയം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം പടച്ചറബിനോട് ചോദിച്ചു പോയി. അതുകൊണ്ട് എന്നത്തെ ദിവസം എൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞു വിടും. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ എല്ലാവരും ചെന്നിട്ട് പറയും, എൻ്റെ പൊന്നാര കലീമുള്ള അള്ളയോട് സംസാരിച്ച നബിയല്ലേ നിങ്ങൾ, നമ്മളെ ഒന്ന് സഹായിക്ക്. എൻ്റെ പൊന്നാര മക്കളെ, ഞാൻ ഒരുത്തനെ കൊന്നവനാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനൊരാളെ കൊന്ന പ്രവാചകനാ. അതുകൊണ്ട് നിങ്ങൾ അടുത്തടുത്തേക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പടുക്കലേക്ക് പോയി അവസാനം ഈസാ നബി വരെ എത്തി. അവസാനം എല്ലാവരും കൈയൊഴിയുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനാകെയുള്ള പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകനെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയൂ. ആ പ്രവാചകൻ അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം കൊടുക്കുമ്പോ ആ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ പോകണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ കരുണക്കടലായ പടച്ചുറപ്പ് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുകയാണ്. അതാ ഒന്നാമതായി കടന്നു വന്ന സഹാബിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അബ്ശിറൂ ബിൽ ജന്ന, അബൂബക്കറെ നീ സ്വർഗ്ഗത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ്. എന്നിട്ട് പറയുന്ന ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാനെ നീയും സ്വർഗ്ഗത്തിലാണ്. എന്നിട്ട് നാലാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാരോടാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിച്ചവരെ. നാലാമത്തെ ഖലീഫയാരാ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അലിയും ഫിൽ ജന്ന, അലിയേ നീയും നാളെ സ്വർഗ്ഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തങ്ങളുടെ ജനനം പഠി, അവിടത്തെ ജീവിതം പഠിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതം പഠിച്ചു. ഉസ്മാൻ തങ്ങളുടെ ജീവിതം പഠിച്ചു. അലിയാര് തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, അലിയേ നീ സ്വർഗ്ഗത്തിലാണ്. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്രായത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ എടുത്തു വളർത്തിയ മകനാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പം മുതലേ പ്രവാചകന്റെ വീടിന്റെ അകത്ത് വളർന്ന ചെറുപ്പക്കാരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ? മഹാനായ അബൂ താലിബിന്റെ പ്രിയപ്പെട്ട മകനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അലിയാര് തങ്ങൾ അബൂ താലിബിന്റെ മകനാണ്. പടച്ചവനെ, പ്രവാചകനെ എടുത്തു വളർത്തിയത് അബൂ താലിബാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവ് ജനനത്തിന് മുമ്പേ മുത്തുനബിയെ കൈവിട്ടു പോയല്ലോ. കണ്ടുപൊതിരുന്നതിന് മുമ്പ് ഉമ്മയും കൈവിട്ടു പോയല്ലോ. ആ യതീമായ മുത്തുനബിയെ അവിടുന്ന് അബൂ താലിബാണ് എടുത്തു വളർത്തിയത്. പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ, സ്വന്തം മക്കള് 4 മക്കളുണ്ടായിരുന്നു. അബൂ താലിബിന് അല്ലാഹുവേ സ്വന്തം മക്കളെക്കാളും സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോടാ. സ്വന്തം മക്കളെക്കാളും സ്നേഹം അബൂ താലിബിന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ എടുത്തു വളർത്തി. കാരണം വാപ്പയും പോയി ഉമ്മയും പോയി ആരുമില്ലാതെ വന്നപ്പോ അബൂ താലിബാണ് അവിടെ നിന്ന് എടുത്തു വളർത്തിയത്. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, അബൂ താലിബിന്റെ ചുമലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പം പോയാലും മക്കളെ കയറ്റിയില്ലെങ്കിലും മുത്തുനബിയെ കയറ്റും. സ്വന്തം മക്കളെ ചുമലിൽ കയറ്റി ഇരുത്തിയില്ലെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ എപ്പോഴും ചുമലിൽ കയറ്റിയിട്ടാണ് നടക്കാറ്. തഴമുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ താലിബിന്റെ ചരിത്രം, മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അബൂ താലിബ് മുത്തുനബി എത്ര സ്നേഹിച്ചിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. ശത്രുക്കൾ പോലും പ്രവാചകനെ ഉപദ്രവിക്കാതിരുന്നത് അബൂ താലിബ് ഉള്ളത് കാരണം അബൂ താലിബ് ശത്രുപക്ഷത്തിലെ വലിയ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം ആരും പ്രവാചകന്റെ അബൂ താലിബിന്റെ വഫാത്തിന് ശേഷമാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. എല്ലാവരും അത്രയ്ക്കും സ്നേഹമായിരുന്നു. അബൂ താലിബ് ഏത് കാര്യത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപന്തിയിൽ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ടായിരുന്നു. എന്റെ
പക്ഷേ എന്ത് ചെയ്യാൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ വേദനയുണ്ടായ ഒരു സംഭവമായിരുന്നല്ലോ. അബൂ താലിബ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടു പോയത്. അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ പോയിരുന്നിട്ട് കയ്യും കാലൊക്കെ ഒന്ന് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരൊറ്റ പ്രാവശ്യം ഞാൻ കൊണ്ടുപോകാൻ നിങ്ങളെ സ്വർഗത്തിൽ, ഒരേ ഒരു പ്രാവശ്യം പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞില്ല. കാരണം എന്തേ? അവിടെ നിന്ന് അബൂ താലിബിന് അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് ഇന്നും അങ്ങനെയാണല്ലോ, ഈഗോ. പലരുടെയും മുന്നിൽ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും ഞാൻ ഭീരുവാണെന്ന് പറയും. അവസാനം മുസ്ലിമായി പോയല്ലോ, മുഹമ്മദിന്റെ കൂടെ പോയല്ലോ എന്ന് എന്നെ ഭീരുവെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് ഞാൻ പറയില്ല. തല മുതൽ തടകാൻ തുടങ്ങി. മരിക്കാൻ കിടക്കുന്ന സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരത്ത് ചെന്നിരുന്നിട്ട് തലഭാഗം മുതൽ ശരീരത്തിങ്ങനെ തടക. ഒരേ ഒരു പ്രാവശ്യം പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം കാലിന്റെ ഭാഗം എത്തിയപ്പോ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കയ്യങ്ങ് തട്ടിമാറ്റി. അവിടെ നിന്ന് തട്ടിമാറ്റിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, ഹിദായത്ത് കൊടുക്കുന്നവൻ അങ്ങല്ല, അല്ലാഹുവാ ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്ക്. കൈ തട്ടിമാറ്റി. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ആർക്കാ? അബൂ താലിബിനാ. പ്രവാചകന് തല മുതൽ കാലിന്റെ ഭാഗം വരെ തൊട്ടു. പ്രവാചകൻ തൊട്ട സ്ഥലം നരകം തൊടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട സ്ഥലം നരകം തൊടൂല. അപ്പം ശരീരം തല മുതൽ കാലിന്റെ മുകൾ ഭാഗം വരെ തടകി, കാലിന്റെ അടിഭാഗത്ത് തടകാൻ പറ്റിയില്ല. അതുകൊണ്ട് നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ്. 2 ചെറിയ ചെരുപ്പുകൾ, തീയാലുള്ള 2 ചെറിയ ചെരുപ്പുകൾ. ആ ചെരുപ്പ് കാലിലെടുത്ത് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ തീക്കകത്തിട്ട് കത്തിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ പ്രവാചകനെ എടുത്തു വളർത്തിയ അബൂ താലിബിന്റെ മകനാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അവിടുത്തെ വഫാത്തിന് ശേഷം പ്രവാചകൻ എടുത്തു വളർത്തി. ഓരോ മക്കളെയും ഒരാൾ കുടുംബക്കാര് കൊണ്ടുപോയി. അങ്ങനെ അലിയാരി തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് കൂടെ വളർത്താൻ തുടങ്ങി. അവസാനം പ്രവാചകന് പ്രബോധനവുമായി കടന്നു ചെന്നു. എന്റെ പ്രിയ